ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ശക്തമായ പ്രതികരണവുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വോട്ടർ പട്ടികയിൽ നിന്ന് അനധികൃത കുടിയേറ്റക്കാരെ നീക്കം ചെയ്തു. ഭരണഘടനയുമായി കറങ്ങി നടക്കുന്നവർ നടപടിയെ എതിർക്കുകയാണ്. ഭാരതത്തിൽ ജനിക്കാത്തവർക്ക് വോട്ടവകാശം ഭരണഘടന നൽകുന്നില്ല എന്നും അമിത്ഷാ തുറന്നടിച്ചു. ബീഹാറിൽ NDA മികച്ച ഭൂരിപക്ഷത്തിൽ ഭരണം നിലനിർത്തുമെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു. जो भारत में जन्मा नहीं है उसको भारत में वोट देने का अधिकार हमारा संविधान नहीं दे रहा है। ये राहुल बाबा, आप संविधान लेकर घूम रहे हो, तनिक उसको खोलकर पढ़ भी लो। घुसपैठियों को इस देश की चुनावी प्रक्रिया में हिस्सा नहीं लेना है और इसीलिए वो SIR का विरोध कर रहे हैं क्योंकि घुसपैठिए इनकी वोट बैंक है। आप चिंता मत करिए भाइयों बहनों, मोदी जी बिहार में पूरा दौरा करे हैं, मैं भी संगठन की मीटिंगें कर रहा हूं। मुझे स्पष्ट दिखाई पड़ रहा है कि यहां पर आने वाले दिनों में पूर्ण बहुमत के साथ NDA की सरकार बनने वाली है। NDA की सरकार। भाइयों बहनों, फिर से सीतामढ़ी, मिथिलांचल, बिहार और देश और दुनिया में വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, ബീഹാറിലാണ് അമിത്ഷാ ഇന്ന് വിവിധ പരിപാടികൾ പങ്കെടുത്തത്. അവിടെ രാഷ്ട്രീയ പൊതുയോഗത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. ബീഹാറിലെ വോട്ടർ പട്ടിക സംബന്ധിച്ചാണ് അദ്ദേഹം വ്യക്തമായ നിലപാട് അറിയിച്ചത്. വോട്ടർ പട്ടികയിൽ അനധികൃതമായി കയറിപ്പറ്റിയവരെ ഒഴിവാക്കുക തന്നെ വേണം. അത്തരം നടപടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത്തരം നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോയത്. അനധികൃത വോട്ടർമാരെ ഒഴിവാക്കണം. അതേപോലെ തന്നെ അടുത്ത സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ NDA വീണ്ടും അധികാരത്തിലെത്തും എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ടല്ലോ. ജിഷ്ണു കൃഷ്ണൻ. വിനോദ്, ബീഹാറിൽ മിഥിലയിൽ നടന്നിട്ടുള്ള പൊതുപരിപാടിയിലാണ് ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ക്രമക്കേടുണ്ട് എന്ന് ഉന്നയിക്കുന്നവർക്കെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനവും അതിന്റെ യാഥാർത്ഥ്യവും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ബീഹാർ വോട്ടർ പട്ടികയിൽ നിന്ന് അനധികൃത കുടിയേറ്റക്കാരെ ഒഴിവാക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തിട്ടുള്ളത്. വോട്ടർ പട്ടിക കുറ്റമറ്റതാക്കുന്നു. അതിനെ ഭരണഘടനയുമായി കറങ്ങി നടക്കുന്ന രാഹുൽ ഉൾപ്പെടെയുള്ളവർ എതിർക്കുകയാണ്. എന്നാൽ രാഹുൽ, നിങ്ങൾ ഓർക്കേണ്ടത് ഭാരതത്തിൽ ജനിക്കാത്തവർക്ക് ഭരണഘടന വോട്ടവകാശം നൽകുന്നില്ല. അതുകൊണ്ട് തന്നെ വോട്ടർ പട്ടികയിൽ നിന്ന് മരിച്ചവരെയോ അനധികൃതമായി കുടിയേറിയവരോ രാജ്യത്തേക്ക് എത്തിയവരെയോ ആണ് പുറത്താക്കുന്നത്. എന്നാൽ കോൺഗ്രസും RJDയും ഉൾപ്പെടെയുള്ളവർ ഇത്തരത്തിലുള്ള അനധികൃത കുടിയേറ്റക്കാരെ വോട്ട് ബാങ്കായി കൊണ്ടു നടക്കുകയാണ്. അത് അനുവദിക്കാൻ സാധിക്കുന്നതല്ല. എന്ത് തരത്തിലുള്ള തന്ത്രങ്ങൾ ഉപയോഗിച്ചാലും ബീഹാറിന്റെ മണ്ണിൽ NDA മികച്ച ഭൂരിപക്ഷത്തിൽ സർക്കാർ രൂപീകരിക്കുമെന്ന പ്രഖ്യാപനമാണ് ബീഹാറിൽ മിഥിലയുടെ മണ്ണിൽ നിന്നുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയിട്ടുള്ളത്. കൂടാതെ RJDക്കെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനം അമിത്ഷാ ഉന്നയിച്ചിട്ടുണ്ട്. തേജസ്വി യാദവ് ഇപ്പോൾ വലിയ പ്രസംഗവും പ്രഖ്യാപനവുമാണ് നടത്തുന്നത്. എന്നാൽ തേജസ്വി യാദവ് അച്ഛനായിട്ടുള്ള ലാലു പ്രസാദ് യാദവിനോട് ചോദിക്കണം, ആ ഭരണകാലത്ത്, ലാലുവിന്റെ ഭരണകാലത്ത് ബീഹാറിൽ തോക്കുകൾ കഥ പറയുകയായിരുന്നു. അഴിമതിയും കൂടാതെ ഭരണത്തിന്റെ തണലിൽ അക്രമികൾ അഴിഞ്ഞാടുകയും ചെയ്തിരുന്ന ബീഹാറിൽ മാറ്റം കൊണ്ടുവന്നിട്ടുള്ളത് NDA സർക്കാരാണ്. അതുകൊണ്ട് ഇത്തരത്തിൽ പ്രഖ്യാപനങ്ങളും സർക്കാരിനെതിരെ ആരോപണങ്ങളും ഉന്നയിക്കുന്ന തേജസ്വി യാദവ് ലാലു പ്രസാദ് യാദവിനോട് ലാലുവിന്റെ ഭരണകാലത്ത് ബീഹാറിൽ നടന്നിട്ടുള്ള അക്രമങ്ങളെക്കുറിച്ചും അഴിമതിയെക്കുറിച്ചും തോക്കുകൾ കൊണ്ട് കഥ പറഞ്ഞിരുന്ന കാലത്തെക്കുറിച്ചും പഠിക്കണം എന്നാണ് അമിത്ഷാ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഒപ്പം ബീഹാറിൽ കൃത്യമായ ഭൂരിപക്ഷത്തിൽ, മികച്ച ഭൂരിപക്ഷത്തിൽ NDA ഭരണ തുടർച്ച നേടും, സർക്കാർ രൂപീകരിക്കുമെന്ന പ്രഖ്യാപനം അമിത്ഷാ നടത്തിയിട്ടുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് വെറും മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് വലിയ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്ക് ബീഹാറിൽ BJP NDA സഖ്യം ഇതിനോടകം തന്നെ തുടക്കം കുറിച്ചു കഴിഞ്ഞു. അതിനിടയിലാണ് ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ക്രമക്കേടുകളുണ്ട് എന്നുന്നയിച്ചിട്ടുള്ള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷത്തിന് രൂക്ഷമായിട്ടുള്ള മറുപടി. ഈ ഭരണഘടന പിടിച്ച് കറങ്ങി നടക്കുന്ന രാഹുൽ ഉൾപ്പെടെയുള്ളവർ മനസ്സിലാക്കേണ്ടത് രാജ്യത്തിൽ ആർക്കൊക്കെ വോട്ടവകാശമുണ്ട് എന്ന് ആദ്യം മനസ്സിലാക്കണം. ഭാരതത്തിൽ ജനിക്കാത്തവർക്ക് അല്ലെങ്കിൽ ഭാരതത്തിൽ ജനിച്ചവർക്ക് മാത്രമേ ഭരണഘടനയിലൂടെ വോട്ടവകാശം ലഭ്യമാവുകയുള്ളൂ. അനധികൃതമായി കുടിയേറിയവരെയാണ് ഈ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത്. അനധികൃത കുടിയേറ്റക്കാരെ വോട്ട് ബാങ്കായി കൊണ്ടു നടക്കുന്നവർക്ക് തിരിച്ചടി ഉണ്ടാകുമെന്നും അമിത്ഷാ വ്യക്തമാക്കുകയുണ്ടായി. വിനോദ്, വളരെ വ്യക്തമാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ബീഹാറിലെ വിവിധ പരിപാടികൾ പങ്കെടുത്തു. ബീഹാറിലെ വോട്ടർ പട്ടികയിൽ കടന്നുകൂടിയ അനധികൃതരെ നീക്കം ചെയ്യുക തന്നെ വേണമെന്നുള്ള നിലപാടാണ് അദ്ദേഹം
പൊതുസമ്മേളനത്തിൽ അറിയിച്ചത്. അത് മാത്രമല്ല, അടുത്ത തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് NDA വീണ്ടും അധികാരത്തിൽ വരും എന്നുള്ള അവകാശവാദവും അമിത്ഷാ മുന്നോട്ട് വെച്ചു. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ.